മച്ചാമാരെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി റൈസാണ് കേട്ടോ. ഞാനിന്ന് പറയാൻ പോകുന്നൊരു കഥയാണ് കേട്ടോ. അപ്പം പണ്ട് ഈ സൈക്കിളിൽ നിന്ന് വണ്ടി ഇടിച്ച് വീഴ കഥയാണ് കേട്ടോ പറയുന്നത്. തുടങ്ങുന്നത് ഞാനും എൻ്റെ ചേച്ചിയും ചേട്ടനും എൻ്റെ അനിയനും കൂടെ നേരെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി എപ്പോഴും ഒരു കണ്ടത്തിനവിടെ പോകുമായിരുന്നു. അപ്പം ഈ ദിവസവും ഞങ്ങൾ ഇതുപോലെ കണ്ടത്തിനവിടെ വരെ പോയി. അപ്പോൾ ഞങ്ങളവിടെ പോയി. അപ്പം എല്ലാവരും അവിടെ ഒരു തൂണ് പോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം എല്ലാവരും അവിടെ ഇരുന്നു. ഞാൻ മാത്രം അവിടെ സൈക്കിൾ ഓടിക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് നമ്മളൊരു വളവെത്തിയപ്പോഴേക്കും ഞാൻ പതുക്കെ വിളവിൽ കൂടെ തിരിയാൻ വേണ്ടി വണ്ടി തിരിക്കാൻ വേണ്ടി പതുക്കെ വളവിൽ കൂടെ തിരിഞ്ഞു. അപ്പം ഞാനന്ന് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അങ്ങനെ പഠിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ തിരിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ആ വണ്ടിക്കാരി വേറൊരു അങ്കിളിനോട് സംസാരിച്ച് 2 പേരും കൂടെ വണ്ടി ഓടിച്ച് വരുമായിരുന്നു. അപ്പനാണ് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പനാണ് ഞാൻ വളഞ്ഞപ്പോഴേക്കും ഈ വണ്ടിക്കാരി വന്ന് എന്നെ ഇടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാനും വണ്ടിയും കാര്യം കൂടെ തറയെ വീണു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല. ഫുൾ ഇരുട്ട് കയറി കണ്ണൊന്നും കാണുന്നില്ലാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് എല്ലാവരും കൂടെ വന്ന് പൊക്കുന്നതൊക്കെ എൻ്റെ ഓർമ്മ വന്നു. പെട്ടെന്ന് വണ്ടിക്കാരി എല്ലാവരും കൂടെ വന്ന് വണ്ടിക്കാരിയുടെ പൊക്കുന്നു. വണ്ടിക്കാരിയുടെ പാലും കൊണ്ട് പോകുന്ന ഒരു ആൻറ്റിയായിരുന്നു കേട്ടോ. അപ്പം ആൻറ്റിയെ എല്ലാവരും പാലെല്ലാം പൊക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എണ്ണീറ്റു. അപ്പോൾ എനിക്ക് കണ്ണ് കാണുന്നില്ല. അപ്പം ഞാനോട് എൻ്റെ കണ്ണടിച്ച് പോയോ അങ്ങനെ ഭയങ്കര പേടിച്ച് കരയുമായിരുന്നു ഞാൻ ആ സമയത്ത്. എന്നിട്ടാണ് ഞാൻ പിന്നെ എന്നെ ആരാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെച്ച്. എന്നിട്ട് ഞാൻ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് എൻ്റെ കൈയും കാലും ഫുള്ളെല്ലാം മുറിഞ്ഞു. അങ്ങനെ കുറേ നേരം കിടന്നിട്ട് ഞാൻ എണ്ണീറ്റപ്പോഴേക്കാണ് എൻ്റെ കണ്ണൊന്ന് നോക്കിയായി കിട്ടിയത്. പക്ഷെ എനിക്ക് അപ്പോഴും ആ സമയത്ത് എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് വന്ന് ഒരു വണ്ടി വെച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞ് വണ്ടി ഇടിച്ച് വീണ കഥ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ ഈ കിഴങ്ങ് മെഴുക്കുവരട്ടി എല്ലാം ഈ പൊട്ടറ്റോ ഫ്രൈ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ സൈഡിൽ കൂടെ ഉണ്ടാക്കിയതാണ് ഈ പൊട്ടറ്റോ ഫ്രൈ കേട്ടോ. പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ മുട്ട ഉണ്ടാക്കിയില്ലായിരുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്യണം. മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ചോറുണ്ണുമ്പോഴാണ് നമ്മളെ ഒരു വെറൈറ്റി റൈസ്. പിന്നെ നമ്മൾ എന്തോ പറയാമെന്ന് എനിക്കറിയത്തില്ല. പൊട്ടറ്റോ റൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എഗ് റൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, ടൊമാറ്റോ റൈസ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം കൂടെ മിക്സ് ആയ ഒരു അടിപൊളി റൈസ്. ഇതാണ് നമ്മൾ ചോറ് വരുന്നത് കേട്ടോ. നല്ല പ്രോട്ടീൻ എല്ലാം കയറിയതാണ് കേട്ടോ. അപ്പം ഈ പാത്രത്തിനെ കഴിക്കുന്നൊരു സുഖം അത് വേറെ എവിടെയും കിട്ടത്തില്ല.